അഹ്ലാക്ക് ജീവിച്ചിരുന്നത് ബിസാര എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്രേ. ഈ സംഭവത്തിന് ശേഷം ആ ഗ്രാമത്തിൻ്റെ അവസ്ഥ നോക്കണം. ആ ഗ്രാമത്തിലെ ആളുകൾ ഇതുവരെയും ഹിന്ദു മുസ്ലിം തമ്മിൽ കണ്ടാൽ സംസാരിക്കില്ല. ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും ഒരുമിച്ച് കളിക്കില്ല. അവർ പരസ്പരം അഭിവാദ്യം ചെയ്യില്ല. അങ്ങനൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. ഈ പ്രതികളിൽ ഒരാൾ ഈ അഹ്ലാക്കിൻ്റെ വീടിൻ്റെ 2 വീട് അപ്പുറത്തുള്ള ഒരാളാണ്. അതായത് ഒരുമിച്ച് വളർന്ന നാട്ടുകാരാണ് ഇവരെല്ലാം. പിന്നെ പ്രതികളിൽ 3 പേര് പ്രായപൂർത്തിയാവാത്ത കുട്ടികളായിരുന്നു അന്ന്. ബാക്കിയുള്ളതിൽ മിക്കവാറും യുവാക്കളാണ്, വളരെ കുറഞ്ഞ പ്രായമുള്ള യുവാക്കളൊക്കെയാണ്. അപ്പം ഒരു നാട്ടിൽ ഇത്തരം ഒരു വിദ്വേഷം അങ്ങ് ഉണ്ടാക്കുകയാണല്ലോ. അത് ആ നാട്ടുകാരുണ്ടാക്കുന്നതല്ല, അത് ഈ പറയുന്ന ഹിന്ദുത്വവാദികളുടെ വളരെ ആസൂത്രിതമായൊരു ശ്രമമാണത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ആ നാട് ഈ അവസ്ഥയിലേക്ക് മാറുന്നത്. ഇതുപോലൊരു സംഭവം ഏതെങ്കിലും നാട്ടിലുണ്ടായി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം കലാപം ഉണ്ടായ പല പ്രദേശങ്ങളുണ്ടല്ലോ. ആ പ്രദേശം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ എത്ര കാലം എടുത്തിട്ടുണ്ട്? ഇപ്പോഴും ആ സ്ഥലങ്ങളൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആളുകൾ തമ്മിലുള്ള മാനസികമായ വലിയ അകൽച്ച ഇതിലൂടെ ഉണ്ടാവുകയാണ്. അവർ ലക്ഷ്യം വെക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഒരു വിഭാഗത്തെ പൂർണ്ണമായും മാർജിനലൈസ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇതിനെ അവരെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും മറുവിഭാഗം ഈ പുറത്താക്കപ്പെടുമെന്ന് വിചാരിക്കുന്ന വിഭാഗം എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്നൊരു ആഗ്രഹിക്കുന്നത് പോലെ അവർക്കും ആ ശത്രുതാ മനോഭാവം ഉള്ളിലുണ്ടാവുകയാണ്. അങ്ങനൊരു അവസ്ഥയിലൂടെയാണ് ആ നാട് കടന്നു പോകുക. ഇതങ്ങനെ ഇന്ത്യയിലൊട്ടാകെ ഇതിങ്ങനെ വ്യാപിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഒരു വിഭാഗം പൂർണ്ണമായും പുറന്തള്ളപ്പെടും, മറുവിഭാഗം ശക്തരായി നിൽക്കുകയും ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം.